സൗണ്ട് മാറ്റട്ടെ. ഹായ് റെഡി. നീ പറഞ്ഞോ? പറഞ്ഞോ ഞാൻ പറയാം. പറഞ്ഞോ അതിന് സെറ്റ്. നീ പറയടാ പ്ലീസ് പ്ലീസ്. ഹായ്, എൻ്റെ പേര് മിക്താദ്. ഞാൻ ഇവിടെ വീഡിയോ എഡിറ്റിംഗിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് ആദിഷ്. ഞാനിവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് മോഷൻ ഗ്രാഫിക് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ നമ്മൾ ഹാക്കേന്ന് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു എക്സ്പ്രസോയിൽ വന്ന് ഇന്റർവ്യൂ ഒക്കെ എടുത്തത്. അപ്പോൾ അങ്ങനെ കിട്ടി. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രൊജക്ട് വർക്കിലായിരുന്നു. ആക്ച്വലി കാലിക്കറ്റ് FCയിലാണ് നമ്മൾ പ്രൊജക്ട് ബേസ്ഡ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സ്പ്രസോയിൽ വന്നത് തന്നെ ഫുൾ ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം കാലിക്കറ്റ് FCൻ്റെ ഒക്കെ പേജ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കാലിക്കറ്റ് FCൻ്റെ മാത്രമല്ല, എക്സ്പ്രസോയിൽ ഏതൊക്കെ ക്ലയൻറ്റ് ഉണ്ടോ അതിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ പാർട്ടൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ തരും. ഭയങ്കര ഡോപ്പമിൻ കിട്ടുന്ന വർക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നത് നല്ല റീച്ച് കിട്ടുന്ന, ബേസിൻ്റെ അക്കൗണ്ടിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്, റീപോസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. ഞാൻ ആക്ച്വലി BCA പഠിച്ച് ഗ്രാജുവേറ്റ് ആളാണ്. പിന്നെ ഇങ്ങനൊരു ഫീൽഡിലോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ എത്തിപ്പെട്ടതാണ്. ഞാൻ പഠിച്ചത് സോഷ്യോളജിയാണ്. പിന്നെന്ന് വെച്ചാൽ ഹാക്കർ ഡിസൈൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളവിടെ പഠിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുക, അങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾക്ക് ആദ്യമേ ഇല്ല. അപ്പോൾ എക്സ്പ്രസോയിൽ വന്നതിൻ്റെ ശേഷമാണ് ഇവിടുത്തെ ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു ടീം വർക്കും ആ ഒരു പ്രോസസ്സുണ്ട്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മളതിൻ്റെ സ്ക്രിപ്റ്റിങ് മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെയായിട്ട് ഭയങ്കര ഒരു അടിപൊളി പ്രോസസ്സിലൂടെയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കൾച്ചറിലാണ് നമ്മൾ ഈ ഒരു ഏജൻസിയിൽ ഇതുവരെ വർക്ക് ചെയ്തത്. ഇവിടെ വന്ന ശേഷമാണ് മനസ്സിലായത് ഇങ്ങനെയാണ് അഡ്വർടൈസിങ് ഏജൻസി, ആ പരിപാടിയും കാര്യങ്ങളും പ്രോസസ്സൊക്കെ മനസ്സിലായത്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവരും അടിപൊളിയാണ്, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ കുറേ പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. ഇവിടെയൊക്കെ ഇപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ പഠിക്കണം, അങ്ങനെ ഒരു സംഭവം മനസ്സിലായി. ഇവിടെ നമ്മൾ മാച്ച് ഡേൻ്റെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് മാച്ച് ഡേ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പോട്ട് എഡിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ ഗോൾ അടിക്കുമ്പോൾ നമുക്ക് പേടിയായിരുന്നു, അയ്യോ ഗോൾ അടിക്കല്ലേ. കാരണം നമുക്ക് എഡിറ്റ് ചെയ്യണമല്ലോ. പിന്നെ പറഞ്ഞാൽ ഗോൾ അടിക്കുന്ന ആവേശം, നമുക്ക് എഡിറ്റ് ചെയ്യാൻ ആ പേടി പോയി. കാരണം അത് ചെയ്ത് ആ സ്പോട്ട് എഡിറ്റ് ആ പ്രഷറിൽ നമ്മൾ കുറേ ചെയ്തപ്പോൾ ഇനി ഒരു പ്രഷർ എഡിറ്റ് വന്നാൽ അതിനെ നേരിട്ട് കാണാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ എല്ലാവരും ഭയങ്കര, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര കെയറിങ് ആണ്. ഞാൻ മറ്റേ ചെറിയ ഹെഡ്സെറ്റ് കൂത്തി വർക്ക് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കേണ്ട, അത് ചെവിക്ക് കേടാം, മറ്റേ ഹെഡ്സെറ്റിനെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ തരും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ മാച്ച് ഡേയുടെ ടൈമിൽ ഫണ്ണാണ്. ശരിക്കും പറഞ്ഞാൽ ഷവർമയൊക്കെ കിട്ടും, ആ ലൈവിൽ റെക്കോർഡ് ചെയ്യുക, ഗോൾ വന്ന് അപ്പം തന്നെ കൊണ്ടുപോവുക, കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. പ്രോസസ് ആയിട്ട് ഫസ്റ്റ് മാച്ച് മാത്രമേ ആ ഒരു പ്രഷർ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ അങ്ങോട്ട് സെറ്റായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നല്ലോണം പരിഗണിക്കും. കാരണം ഇപ്പോൾ വർക്ക് ചെയ്യാൻ മാത്രമല്ല നമ്മളിവിടെ കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും മീറ്റിംഗ്, ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഈ ക്ലയൻറ്റിന് എന്തെങ്കിലും പ്രൊജക്റ്റിന് വേണമെങ്കിൽ നമ്മളതിൽ കൂട്ടിയിട്ട് നമ്മളെ ഐഡിയാസ് പറഞ്ഞ് നല്ല പരിഗണിക്കും. പറഞ്ഞു